ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇന്ന് ക്രിസ്തീയ മതത്തിനകത്തും അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനകത്തും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ എന്താണ് ജനങ്ങളിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ ഞാൻ ആ ശബരിമലയുമായിട്ടുള്ള വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഇദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ചർച്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് അലിഗേഷൻസ് ഉണ്ടായി. ഒരു ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഒരു ചർച്ച് ഡിനോമിനേഷൻ തരുന്ന ലൈസൻസ് അല്ല. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ പോലുള്ള ആൾക്കാരൊന്നും ഏതെങ്കിലും ഒരു സംഘടന ലൈസൻസ് കൊടുത്തിട്ടല്ല അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതും കണ്ടിന്യൂ ചെയ്തതും. അവർക്ക് ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്താണെന്നുള്ളൊരു ബോധം കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശരിക്കും ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പിന്നിലുള്ള എൻ്റെ ഉദ്ദേശശുദ്ധി അവർക്ക് മാനസിലാകാത്തത് കൊണ്ട് വന്ന എതിർപ്പുകളാണ് എസ്പെഷ്യലി ഉണ്ടായത്. ഏത് മതമെടുത്താലും അതിൻ്റെ കോർ എസൻസ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ്. ആരന്വേഷിച്ചാണ് അമ്പലത്തിൽ പോകുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്കിൽ പോകുന്നത്, ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെ എന്നാണ് എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നത്. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ ആ ദൈവിക ഭാവം മാലയിട്ട് വ്രതം നോക്കുന്ന ഒരു വ്യക്തിയിലും ദർശിക്കാൻ പറ്റണം. സോ ആ സന്ദേശം വിളിച്ചു പറയാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത് ശബരിമലയിൽ ആ നടയിൽ നിന്ന് പറയുമ്പം അതിനൊരു പവിത്രതയുണ്ട്, അതിനൊരു ഓതൻറ്റിസിറ്റി ഉണ്ട്, അതിനൊരു പവറുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മനോജ് KG ആണ്. നമസ്കാരം. നമസ്കാരം. മുന്നേ ഫാദറായിരുന്നു അല്ലേ? ചർച്ചിന്റെ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. ശബരിമല കയറിയെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ? ശബരിമലയുമായിട്ട് അനുബന്ധമായിട്ട് ചർച്ചിൻ്റെ ലൈസൻസും അവർ തന്ന പ്രിവിലേജസ് എല്ലാം ഞാൻ തിരിച്ച് റിവേർട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു സംഘടനയുടെയും അല്ലെങ്കിൽ ഒരു ചർച്ച് ഡിനോമിനേഷൻ്റെയും ഭാഗമല്ല. ഞാനിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് ഈ ചർച്ചിലെ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു ദൈവിക തുല്യമായി കാണുന്നതാണ് ആളുകൾ. അതായത് പള്ളിയിലാണെങ്കിൽ കുമ്പസാരം എന്ന് പറയുന്നുണ്ട്, അത് ദൈവത്തിനോട് പറയുന്നത് പോലെയാണ് ഒരു പ്രീസ്റ്റിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അത് ഊരിക്കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ആ പറയുന്ന ഉടുപ്പ് ഊരിക്കഴിഞ്ഞിട്ടും എങ്ങനെയാണ് സർവീസ് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാനായിട്ടുള്ള ചില ലൈസൻസുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു വിവാഹം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ ലൈസൻസ് നൽകിയിരിക്കുന്ന ഒരു പുരോഹിതന് മാത്രമേ വിവാഹ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് നിയമപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മരണ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഡിനോമിനേഷൻ്റെ അധികാരമുള്ള ഒരു പ്രീസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു പുരോഹിതനെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ചർച്ച് ഡിനോമിനേഷൻ നൽകേണ്ടുന്ന വിവാഹം, സ്നാനം, മരണ ശുശ്രൂഷ ഇങ്ങനെയുള്ള കുറച്ച് സാക്രമെന്റുകളുണ്ട്. ആ സാക്രമെന്റുകൾ ചെയ്യാനാണ് ഒരു പുരോഹിതനെ നിയമിക്കുന്നത്. അതൊരു സംഘടന അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷനാണ് നിയമിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ കാര്യങ്ങളായതുകൊണ്ട് അതിനൊരു ലൈസൻസ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കണം, ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു പുരോഹിതനായിട്ട് അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പൗരോഹിത്യത്തിലേക്ക് ഒരു ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ശബരിമലയുമായിട്ടുള്ള വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഇദ്ദേഹം ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ചർച്ചിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് അലിഗേഷൻസ് ഉണ്ടായതുകൊണ്ട് ഞാനായി തന്നെ എനിക്ക് ആ ലൈസൻസ് വേണ്ട, ആ ഒരു മേഖലയിൽ ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഒരു ചർച്ച് ഡിനോമിനേഷൻ തരുന്ന ലൈസൻസ് അല്ല. അത് ശരിക്കും ഈശ്വരൻ നൽകുന്ന ഒരു കൃപയാണ് അല്ലെങ്കിൽ ഈശ്വരൻ നൽകുന്ന ഒരു പ്രിവിലേജാണ്. അപ്പോൾ ജനങ്ങളെ ശുശ്രൂഷിക്കാനായിട്ടൊരു ഡിനോമിനേഷൻ്റെ അധികാരമോ ലൈസൻസോ ആവശ്യമില്ല. അത് ഒരു ദൈവിക വിളി കിട്ടിയ ആർക്കും ചെയ്യാം. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ പോലുള്ള ആൾക്കാരൊന്നും ഏതെങ്കിലും ഒരു സംഘടന ലൈസൻസ് കൊടുത്തിട്ടല്ല അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതും കണ്ടിന്യൂ ചെയ്തതും. അതുപോലെ ഇന്ന് നിലവിൽ നിൽക്കുന്ന ഇപ്പോൾ സദ്ഗുരുവോ അല്ലെങ്കിൽ ശ്രീ രവിശങ്കറോ പോലുള്ള വ്യക്തികളും ഏതെങ്കിലും ഒരു സംഘടന കൊടുത്ത ലൈസൻസിൻ്റെ പുറത്തല്ല അവർ പ്രവർത്തിക്കുന്നത്. സോ ഒരു ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ കോളിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കുറച്ച് അലിഗേഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് തന്നെ താങ്കൾ പറഞ്ഞിരുന്നു എനിക്ക് പ്രശ്നമല്ല, കാരണം കൊന്ത ഊരിയിട്ടാണ് മാലയിട്ട് വ്രതം നോറ്റ് ഇരുമുടി കെട്ടുമായിട്ട് ശബരിമല കയറിയത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ സഭയിൽ നിന്നും പുറത്തും ആക്രമിക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഇവര് ഈ പൊതുവായിട്ടുള്ള ആളുകളുടെ ആക്രമണമാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? അതായത് താങ്കൾക്ക് ഇനി ഒരു ഡിവൈൻ്റെ പദവി വേണ്ട, അല്ലെങ്കിൽ ആ ലൈസൻസ് വേണ്ട, ഉടുപ്പ് തിരിച്ചു കൊടുക്കാം എന്നുള്ളത് ഇത് അവർ ഫോഴ്സ്ഫുള്ളി ചെയ്തതാണോ അതോ താങ്കളായിട്ട് തന്നെ എന്നാൽ ഇത്രയും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട്?
ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് വരാൻ കാര്യം ഒതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രീസ്റ്റ്ഹുഡ് എടുക്കുന്നത്. അതായത് ഒരു അതോറിറ്റിയോട് കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രീസ്റ്റ്ഹുഡിൻ്റെ ലൈസൻസ് ആവശ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ ചർച്ചിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്താണെന്നുള്ളൊരു ബോധം കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ പിന്നിലുള്ള എൻ്റെ ഉദ്ദേശശുദ്ധി അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് വന്ന എതിർപ്പുകളാണ് എസ്പെഷ്യലി ഉണ്ടായത്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി എനിക്ക് അങ്ങനെ ഒരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. കാരണം എന്നെ ഇതിനകത്തേക്ക് നിയോഗിച്ചത് ഒരു ദൈവികമായിട്ടൊരു കോളിംഗ് ആണ്. അപ്പോൾ അതിന് ജനങ്ങളുടെ മുമ്പ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അതോറിറ്റി എന്നുള്ള നിലയിൽ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അതില്ലെങ്കിലും ഞാൻ മുമ്പ് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനി അവരുടെ ലൈസൻസിൽ നിൽക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചത്. ഒരു ക്രിസ്ത്യാനിറ്റി ആയ ഒരു മതപുരോഹിതൻ, വെറും ഒരു വ്യക്തിയല്ല, ക്രിസ്ത്യാനി മാത്രമല്ല, ഒരു മതപുരോഹിതൻ ഈ ശബരിമല കയറുന്നതിന് പിന്നിലുള്ള എന്ത് ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നു? ശരിക്കും ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന ആപ്തവാക്യം എന്ന് പറയുന്നത് തത്വമസിയാണ്. എല്ലാ മതങ്ങളും, ഇപ്പോൾ ക്രിസ്തീയ മതം മാത്രമല്ല, ഏത് മതം എടുത്താലും അതിൻ്റെ കോർ എസൻസ് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് എന്നുള്ളതാണ്. ആ ദൈവം നീ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരെ അന്വേഷിച്ചാണോ പള്ളിയിൽ പോകുന്നത്, ആരെ അന്വേഷിച്ചാണോ അമ്പലത്തിൽ പോകുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ മോസ്കിൽ പോകുന്നത്, ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ തന്നെ എന്നാണ് എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഞാൻ ശബരിമലയിൽ പോയി നിന്ന് ഇത് പറയാൻ കാരണം ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു സന്ദേശമാണ്. ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വിളിക്കുന്നത് സ്വാമി എന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ആരെ കാണാൻ വേണ്ടിയാണ്? സ്വാമിയെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ ഈ വ്യക്തിയെ വിളിക്കുന്നത് എന്താണ്? സ്വാമി എന്ന് തന്നെയാണ്. അതുപോലെ അയ്യപ്പ എന്ന് പറയുന്നതും അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ അയ്യപ്പൻ്റേതാണ്. ഒരു മാലയിട്ട് കഴിഞ്ഞ വ്യക്തിയെ വിളിക്കുന്നതും അയ്യപ്പ സ്വാമി എന്നാണ്. അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞ ആ ദൈവിക ഭാവം മാലയിട്ട് വ്രതം നോക്കുന്ന ഒരു വ്യക്തിയിലും ദർശിക്കാൻ പറ്റണം. ആ വ്യക്തി അദ്ദേഹത്തെ തന്നെ അങ്ങനെ കാണണം എന്നുള്ളതാണ് ശബരിമല പറയുന്ന സന്ദേശം. സോ ആ സന്ദേശം വിളിച്ചു പറയാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത് ശബരിമലയിൽ ആ നടയിൽ നിന്ന് പറയുമ്പം അതിൻ്റെ ഒരു പവിത്രതയുണ്ട്, അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു പവറുണ്ട്. സോ ആ കാര്യം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശബരിമല പോകുന്നത്. അപ്പം അങ്ങനെ ഈ വിളിച്ചു പറഞ്ഞതിൽ എന്തായിരുന്നു നേട്ടങ്ങളും കോട്ടങ്ങളും? നേട്ടം എന്തായാലും ഞാൻ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇന്ന് ക്രിസ്തീയ മതത്തിനകത്തും അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിനകത്തും അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ഞാൻ എന്താണ് ജനങ്ങളിലേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി. അതായത് ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണെങ്കിൽ പോലും ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് എന്താ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ ഒരു ക്രിസ്തു മതം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജാതി മത വ്യവസ്ഥയ്ക്ക് അതീതമായി നിൽക്കണമെന്നാണ്. അതുപോലെ ശബരിമലയിലിരിക്കുന്ന ഒരു പൂജാരി അല്ലെങ്കിൽ മേൽശാന്തി, അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ. മാലയിട്ട് വ്രതം നോക്കിയ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവിടെ പോകാം, ഇല്ലേ? അതിന് ജാതി മത വ്യത്യാസമില്ല. അപ്പോൾ ശബരിമലയിൽ നിൽക്കുന്ന ഒരു മേൽശാന്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹൈന്ദവ മതത്തിൻ്റെ ഒരു പൂജാരി എന്നുള്ളതല്ല. അവിടെ ചെല്ലുന്ന ആർക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കിട്ടും, അല്ലേ? ശരിയല്ലേ? സോ ഇതുപോലെ തന്നെ ഒരു പുരോഹിതൻ എന്നുള്ള നിലയിലും ആ പുരോഹിതൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ആയിക്കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മതവൽക്കരണമായി പോകും. ഒരു പുരോഹിതൻ്റെ ശരിക്കുമുള്ള ശുശ്രൂഷ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനെയാണ്. അതങ്ങനെ ജീസസ് പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് സ്വജന പക്ഷപാതം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതെൻ്റെ വിഷയമല്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിലനിൽക്കുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്, ഞാനൊരു മതഭക്താവല്ല എന്നുള്ള എൻ്റെ നിലപാടിനെ എനിക്ക് പബ്ലിക്കാക്കാനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ആ ഒരു യാത്രയിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ക്രിസ്തീയ മത സംഘടനകൾക്കോ വിശ്വാസികൾക്കോ ഇന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ഒരല്പ വേദനാജനകമാണ്. അതൊരു ഡിസഡ്വാൻറ്റേജാണ്. കാരണം അവർ ഈ കുതിരയ്ക്ക് ഈ മുഖപ്പട്ട വെച്ച് കെട്ടുന്നത് പോലെ ചില അനുഷ്ഠാനങ്ങളിലൂടെ ചില ഡോക്ടറിൻസിലൂടെ മാത്രം ഇതിനെ നോക്കി കാണുന്ന ഒരു വിഭാഗമാണ്. ആളുകൾ കുറച്ചുകൂടെ ഓർത്തഡോക്സ് ആകുന്നെങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ ലിബറൽ ആവുന്നില്ലേ കാര്യങ്ങൾ? എനിക്ക് തോന്നുന്ന ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് തീരെ ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആൾക്കാർ. യങ്സ്റ്റേഴ്സ് ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ ലിബറലായിട്ട് കാര്യങ്ങൾ കാണുകയും വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സോ എന്നെ എതിർക്കുന്നതിൽ കൂടുതലും ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. ഒരു സംശയമാണ് അത്. ഒരു പക്ഷേ ഇപ്പം ബൈ ബർത്ത് ഞാനൊരു ഹിന്ദുവാകാം, താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണ്. നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ആ മതത്തിൽ ജനിക്കുന്നത്. നമ്മളല്ല, നമ്മൾക്കൊരു മതം കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പനും അമ്മയിൽ നിന്നാണ്. വളർന്നു കഴിയുമ്പോൾ നമുക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയുള്ളപ്പോൾ ഇപ്പൊ 30-35 വയസ്സെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇപ്പോഴാണ് ഇന്റർനെറ്റിന്റെ കാലഘട്ടം കൂടിയതും ഇങ്ങനെ ആളുകളുമായിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ വിവരവും അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല.
പക്ഷേ ഈ 30-35 കാലഘട്ടത്തിലുള്ളവർക്ക് ഈ മൂല്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. അതായത് അന്നത്തെ പേരൻസിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുക, തലമുറകൾ വഴി ഇങ്ങനെ കൈമാറ്റം, ജീൻ വഴിയല്ല, തലമുറ വഴി ഇവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ മതമാണ് വലുത്, നമ്മുടെ മതത്തിനപ്പുറം ഒന്നുമില്ല. ഇതെല്ലാവരും അല്ല, ഓരോ ഇതിലും. അതിപ്പം ഒരു ഹിന്ദുവിന് ഈസി ആയിട്ട് പള്ളിയിൽ പോകാൻ പറ്റും, എന്നാൽ ഒരു ക്രിസ്ത്യാനിക്ക് അത്ര ഈസി ആയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഈ 35 വയസ്സുള്ളവർക്ക് ഇതറിയാം, അല്ലെങ്കിൽ ഇവരിത് പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ അങ്ങനെയാണ് സൗഹൃദങ്ങളും ഇവരുടെ പാഠപുസ്തകങ്ങളും ഇപ്പം നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ വേദപാഠവം, സന്മാർഗം എന്നൊക്കെ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് നമ്മളെ വിടുന്നത്. അതുകൊണ്ട് അവർക്ക് വളം വെച്ചിട്ട്, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ഞാൻ ഈ ചെയ്യുന്നത് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവും എന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ശാസ്ത്രം തന്നെ പറയുന്നത് ഒരു 40-45 വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരെയും സ്ത്രീകളെയും അവരുടെ വിശ്വാസത്തിൽ നിന്ന്, അവരുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്, പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടെന്നാണ് സയൻസ് പോലും പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസമെല്ലാം ഒരു 35 വയസ്സിന് താഴെ വെച്ചേക്കുന്നത്. കാരണം കുറച്ചുകൂടെ ഗ്രാസ്പിംഗ് പവറും അണ്ടർസ്റ്റാൻഡിങ്ങും ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ഒരു എബോവ് 35-40 എന്ന് പറയുന്നത് ഗ്രാസ്പിംഗ് പവർ കുറവാണ്, ചേഞ്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും അങ്ങനെ നിലനിൽക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം കേട്ടിട്ടില്ലേ, നമ്മുടെ ഒരു പഴമൊഴി, ചുട്ടയിലെ ചുടല വരെ. അപ്പോൾ ആ കുഞ്ഞുനാളുകളിലെ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെ പെട്ടെന്ന് മാറ്റാൻ അവർക്കും പറ്റത്തില്ല. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്തൊരു ആംഗിളിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്നാനം, കല്യാണം, മരണം, ഇത് മൂന്നും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പോൾ ചർച്ചിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ അതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇതിനൊന്നും വലിയ കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അടക്കിയില്ലെന്നുണ്ടെങ്കിൽ ശ്മശാനത്തിൽ പോയാലും പ്രശ്നമില്ലാന്ന് ചിന്തിക്കുന്നവരാണ് യങ്സ്റ്റേഴ്സ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിക്കുന്നു. പക്ഷേ പഴയ തലമുറ അവർക്ക് ആ ചർച്ചിൻ്റെ ആ ഒരു പ്രിവിലേജോടുകൂടെയുള്ള അടക്കം വേണം, അങ്ങനെ കല്യാണം നടക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് പല രീതിയിലും അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. മാലയിട്ട് ശബരിമലയ്ക്ക് കയറാൻ പറ്റിയത് എല്ലാ മനുഷ്യർക്കും, അതായത് ജീസസ് പഠിപ്പിച്ചത് എല്ലാ മനുഷ്യരെയും തുല്യമായിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇപ്പൊ നിൽക്കുന്ന അച്ഛനൊരു ക്രിസ്ത്യാനിറ്റി ആണ്, അല്ലെങ്കിൽ അച്ഛന് ആ ഒരു ദൈവികത വിളിയുണ്ട്, സ്പിരിച്വൽ വിളിയുണ്ട്. ഇത് വെച്ചിട്ടൊരു വേറൊരു, അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയോ അല്ലാതെ മറ്റൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലോ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലോ ചെന്നാൽ എങ്ങനെയായിരിക്കും ഒരു സ്വീകാര്യത? കാരണം ഞാനത് പറയാൻ കാരണം, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. മുന്നേ, അതായത് വർഷങ്ങൾക്ക് മുന്നേ, നമ്മുടെ അധിനിവേശ കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന മിഷണറിമാരാണ് ശരിക്കും ഇവിടെ ഒരു അധിനിവേശം ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണെന്ന് വേണേൽ പറയാം. പിന്നീടാണ് ഈ പറയുന്ന കച്ചവടത്തിലേക്ക് വന്നത്. ആദ്യം മിഷണറീസ് ആണ്. അങ്ങനെ അച്ഛനറിയാലോ, ഞാൻ പറയാം തന്നെ, കടലോര പ്രദേശങ്ങളിലുള്ളവരെ കൺവേർട്ട് ആക്കി അങ്ങനെ കൊണ്ടുവന്നതാണ്. ബൈബിളിൻ്റെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ആക്ഷരികമായിട്ട് ബൈബിൾ പറയുന്ന കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2 അതിൻ്റെ ആത്മീക വശങ്ങൾ മാത്രം നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഒരു മാനുഷിക തലത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ബൈബിൾ വായിക്കുമ്പോഴത്തേക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാരിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നാണ് ആക്ഷരികമായിട്ടുള്ള അർത്ഥത്തിൽ അത് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ മനസ്സിലാക്കിയ കാര്യത്തെ മറ്റുള്ള ഒരാളിൽ കൂടെ പകരാനായിട്ട് ശ്രമിക്കുന്നു. സോ ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ഈ ഹൈന്ദവ മതം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെ ഇപ്പോൾ കുറച്ച് തൊടുന്നില്ല. ഇപ്പോൾ ഇസ്ലാം മതമാണെന്നുണ്ടെങ്കിലും ബുദ്ധമതമാണെന്നുണ്ടെങ്കിലും സിഖ് മതമാണെങ്കിലും അവരും ചെയ്യുന്നത് എന്താ? അവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് എല്ലാ മതവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതിനെ ലിറ്ററൽ മീനിങ്ങിലെടുത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ്. സോ ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച ആദ്യകാല മിഷണറിമാരുടെ ഇൻറ്റൻഷൻ ഇതായിരുന്നു. അവരറിഞ്ഞ സത്യത്തെ മാക്സിമം ആൾക്കാരിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് ഇതൊരു മതമായി വളർന്നത്. പക്ഷേ ജീസസ് ആഗ്രഹിച്ചത് അതല്ല. ജീസസ് ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞ ആ ഒരു ദൈവിക ഭാവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്. അത് തന്നെയാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഈശ്വരനും തമ്മിലൊരു വ്യക്തിബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിബന്ധം ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ശരണിക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. കാര്യം എന്താ? ഇതൊരു ആസ്വാദനമാണ്. ഇപ്പം നമുക്ക് നമ്മളിപ്പോൾ എറണാകുളത്ത് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി, അവിടെ ശരണ്യ പോകുമ്പോൾ ആഹാരം കഴിക്കുന്നു, വലിയ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു. നല്ല ഫുഡാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യും, റെഫർ ചെയ്യും. അവരവിടെ പോയി കഴിക്കുമ്പോഴത്തേക്ക് അവർക്കും അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ വീണ്ടും റെഫർ ചെയ്യും. സോ സെയിം വേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ആസ്വാദനമാണ്. ആ ആസ്വാദനത്തിന് പകരുന്നതാണ് ശരിക്കുമുള്ള സ്പ്രെഡിങ് എന്ന് പറയുന്നത്. അതിന് പകരം ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ചേർക്കുന്നത് പോലെയാണ് ഇപ്പോൾ മതത്തിനകത്ത്
ആ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. അത് ശരിക്കും തെറ്റാണ്. സോ അതുപോലെയാണ് മിഷണറിമാർ വന്ന് ഇവിടെയുള്ള ആൾക്കാരെ കൺവേർഷന് വിധേയമാക്കി മതത്തിനകത്തേക്ക് അവരെ സ്വരുക്കൂട്ടിയിട്ട് അതൊരു പ്രസ്ഥാനമാക്കി വളർത്തിയത് ശരിക്കും എൻ്റെ വ്യൂ പോയിന്റിനകത്ത് അത് വലിയൊരു തെറ്റായിരുന്നു. ഇനി ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റി ഈ ഒരു ആസ്വാദനത്തിലേക്ക് കൊണ്ടുവരണം. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും മതാതീതമായിട്ട് ഈ ഒരു ആസ്വാദനത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛനിപ്പോൾ പറഞ്ഞു മതാതീതമായിട്ടൊരു ലെവലിലേക്ക് വരണം. ശരിക്കും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇത്രയും നേരം എൻ്റെ അടുത്ത് പറഞ്ഞത് സ്പിരിച്വാലിറ്റിനെ പറ്റിയാണ്. നമ്മൾക്കൊരു ദൈവികമായ സംതിങ് എന്തോ, അതിപ്പോൾ അച്ഛൻ കാണുന്നത് ജീസസിലായിരിക്കാം, ഞാൻ കാണുന്നത് വേറൊന്നിലായിരിക്കാം, മറ്റൊരാൾ കാണുന്നത് എനിക്ക് പറയാൻ പറ്റില്ല, അറിയാലോ, അതല്ല അങ്ങനെയെല്ലാം ആയിരിക്കും. പക്ഷേ ഒരാളെ വിശ്വസിക്കണം, ഇപ്പം മതാതീതമായിരിക്കണം എന്ന് പറഞ്ഞു ഒരു മതത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് ശരിക്കും ഒരു അനുഭവം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ മതത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. മതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചില ആൾക്കാർക്ക് ധനം ഉണ്ടാക്കാനും ചില പൊസിഷനിൽ നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചട്ടക്കൂട് മാത്രമാണ് മതം. അതുകൊണ്ട് തന്നെ മതം ഓരോ മാസം കഴിയുന്തോറും ഓരോ വർഷം കഴിയുന്തോറും അതിൻ്റെ സ്പ്ലിറ്റിംഗ് കൂടിക്കൂടി വരുവാണ്, വിവിധ മതങ്ങൾ രൂപപ്പെടുവാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഒരു വർഷം മുമ്പ് 25,000-ലധികം ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു, സംഘടനകൾ. ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വർഷം കൊണ്ട് 25,000-ൽ നിന്നത് 45,000-ആയിട്ട് വളർന്നു. അപ്പോൾ എന്തുവാ ഈ ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വളരും തോറും പിളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളുടെ സങ്കല്പനങ്ങളനുസരിച്ച് അവരുടെ നിഗമനങ്ങളനുസരിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതാണ് മതത്തിൻ്റെ ഒരു ദൂഷ്യവശം. അപ്പോൾ ഇപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളിന് അപ്പുറത്ത് നോക്കുമ്പം കാത്തലിക്കാണോ ശരി, CSI ആണോ ശരി, പ്രൊട്ടസ്റ്റൻ്റ് ആണോ ശരി, അപ്പോൾ മറ്റെല്ലാ ഡിനോമിനേഷനും ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് ഇവിടെ നിന്നുള്ള ഒരാൾ ചിന്തിക്കും. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഈ അക്കരെ പച്ച എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനൊന്ന് പോയി അവിടേക്കൊന്ന് ഏതാ സത്യം എന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തിരിച്ചും പക്ഷേ ഇവിടെ സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്തെല്ലാം കള്ളത്തനാണെന്നുള്ളത്. കാരണം അങ്ങനെ അനുഭവിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മതത്തിലൂടെ അല്ല ശരിക്കും ദൈവിക ആസ്വാദനം ഉണ്ടാകേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ജീസസിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇന്ന വ്യക്തിയിൽ വിശ്വസിക്കുക. സോ ഈ വ്യക്തികളൊന്നും അല്ല ദൈവം. ഇതൊക്കെ നമ്മൾ മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പക്ഷേ ആ കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്താ കാണിക്കുന്നത്? ഈ പറഞ്ഞ വ്യക്തിയെ ആരാക്കി വെച്ചു? ദൈവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ കവലുകളിലും അദ്ദേഹത്തിൻ്റെ ഇത് വെച്ച് ഇതൊരു വിവാദമാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ വെച്ച് ഞാൻ പറയാം, അദ്ദേഹം ഒരു ദൈവത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഒരു ദൈവിക ഭാവം നൽകി ആൾക്കാരെന്ത് ചെയ്യുന്നു, ആദരിക്കുന്നു. ഇതുപോലെയാണ് ജീസസിനും കിട്ടിയിരിക്കുന്നത്. ജീസസ് ദൈവമാണെന്ന് ജീസസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ബൈബിൾ ഒരിക്കലും പറയുന്നില്ല ജീസസ് ദൈവമാണെന്ന്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു, ജീസസിനെ ദൈവമാക്കി വെച്ചിട്ട് അവരുടെ മതത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജീസസ് പറഞ്ഞ ഒരു ദൈവിക സങ്കല്പം വേറെ കിടപ്പുണ്ട്, അതിലേക്ക് ആൾക്കാർ പോകുന്നില്ല. സോ ഞാൻ ആഗ്രഹിക്കുന്നത് ജീസസ് പറഞ്ഞ വ്യക്തിയിലേക്ക്, ശ്രീനാരായണ ഗുരു പറഞ്ഞ വ്യക്തിയിലേക്ക്, മുഹമ്മദ് നബി പറഞ്ഞ വ്യക്തിയിലേക്ക്, ആ വ്യക്തിത്വത്തിലേക്ക് ജനങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിക്കുകയും ആ വ്യക്തി അറിയുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി. ആ വ്യക്തി ഒന്നേ ഉള്ളൂ, ഒരു പ്രപഞ്ച സൃഷ്ടാവേ ഉള്ളൂ. ആ പ്രപഞ്ച സൃഷ്ടാവിന് ആർക്ക് വേണമെങ്കിലും എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ ശരണ്യ എന്ന് ഞാൻ വിളിക്കുന്നു, ശരണ്യയുടെ അമ്മ ശരണ്യ എന്നായിരിക്കത്തില്ല വിളിക്കുന്നത്, റൈറ്റ്? ചിലപ്പോൾ ബ്രദേഴ്സ് വേറെ പേരിൽ വിളിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സ് കളിയാക്കിയിട്ട് പെറ്റ് നെയിം വിളിക്കും. സോ ഇതെല്ലാം ഉദ്ദേശിക്കുന്ന ആര് തന്നെയാണ്? ശരണ്യ തന്നെയാണ്. സോ സെയിം വേ ആ പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് ഏത് പേരിൽ വിളിച്ചെന്ന് പറഞ്ഞിട്ടും പ്രശ്നമൊന്നുമില്ല. കൃഷ്ണ എന്ന് വിളിക്കണോ, വിളിച്ചോളൂ. അള്ളാഹുവേ എന്ന് വിളിക്കണോ, വിളിച്ചോളൂ. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 2 വാക്കുകൾ പറയും, ഏലോഹീം എന്ന് പറഞ്ഞു വിളിച്ചോളൂ, യഹോവേ എന്ന് വിളിച്ചോളൂ. സോ വിളിക്കുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷെ പല പേരുകളിലാണെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. പിന്നെ മതത്തിൻ്റെ ആവശ്യം വരത്തില്ല. ക്രിസ്ത്യാനിറ്റി തന്നെ ഇപ്പം തന്നെ പറഞ്ഞു 25,000-ൽ നിന്ന് 45,000-ഓളം. അതായത് ഇപ്പം അച്ഛൻ നിന്നത്, ഞാൻ ജനിച്ചു വളർന്നത് CSIയിലാണ്, പ്രൊട്ടസ്റ്റൻ്റ് ആണ്. പിന്നെ ഞാൻ പ്രീസ്റ്റ് എടുത്തിരിക്കുന്നത് ആംഗ്ലിക്കൻ ചർച്ചാണ്. ആംഗ്ലിക്കൻ ചർച്ച്. അച്ഛാ അത് തന്നെ എൻ്റെ ഒരു വലിയ സംശയമാണ്. വിദേശത്ത് നിന്ന് ആദ്യം മിഷണറിമാർ വന്നിട്ട് കടലോരത്തുള്ള ആളുകളെ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു, അവരെ ക്രിസ്ത്യാനിറ്റി ആക്കി. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് അവർക്ക് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടി. പിന്നെ അടുത്ത് വന്നത് ബ്രാഹ്മണ സമൂഹത്തിനകത്തുനിന്ന് കുറെ കൺവേർഷൻ നടന്നു. അതാണ് അടുത്ത് വന്ന കൺവേർഷൻ എന്ന് പറയുന്നത്. അല്ല, അപ്പൊ ഈ കൺവേർഷനിലൊക്കെ ഇപ്പൊ അവർ പറയുന്നത്, ഇവരെല്ലാം സ്ഥാപിക്കുന്നത്, ഞാൻ പേര് പറയുന്നില്ല, ഓരോ സമൂഹവും പറയുന്നത് ഞങ്ങൾ ബ്രാഹ്മണ കമ്മ്യൂണിറ്റി എന്നുള്ള ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇപ്പൊ പറയുന്ന ലാറ്റിൻ ക്രിസ്ത്യൻ ആവട്ടെ, മറ്റുള്ള RC ആവട്ടെ, കാത്തലിക് ആവട്ടെ, ഇവരൊക്കെ പറയുന്നത് ഞങ്ങളാണ് ഒറിജിനൽ എന്ന്. എന്നാൽ ഇതേ സമയം നമ്മളിപ്പോ ഒരു വലിയ യുദ്ധം കാണുന്നുണ്ട് ഇവിടെ. അതെ,
അവർ പറയുന്നു ജീസസ് ബൈ ബർത്ത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചത്, സോ ഞങ്ങളാണ് ഏറ്റവും പ്യുവർ രക്തം, കലർപ്പില്ലാത്ത രക്തം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ജീസസ് ഇത്ര പല തട്ടിൽ നിന്ന് ജീസസിനെ ഇങ്ങനെ വിഭജിച്ചിട്ട് ഞങ്ങളാണ് യഥാർത്ഥ അനുയായികൾ എന്ന് പറയാൻ പറ്റുന്നത്? കാരണം താങ്കളിപ്പം പറഞ്ഞ പോലെ ബൈ ബർത്ത് CSI ആണ്, പിന്നീട് ആംഗ്ലിക്കനായി. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാൻ കണ്ടിരുന്നു പെന്തക്കോസ്റ്റിനെ കുറിച്ച് പറയുന്നത് കേട്ടു. ബ്ലെസ്സിങ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ഒരു പ്രയറിന് ജസ്റ്റ് എൻ്റെ റൂംമേറ്റ് അങ്ങനെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവരുടെ പ്രയറിന് പോയി. അപ്പം ഇവർക്ക് ഇതിലെല്ലാം ഇങ്ങനെ ഓരോന്നുണ്ട്. മാത്രമല്ല ചില കമ്മ്യൂണിറ്റിയിൽ, അതായത് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ യേശുവിന് അമ്മയില്ല, യേശു മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാവാം? അതായത് യേശു പല വിധത്തിലുണ്ട്. ചില കമ്മ്യൂണിറ്റിയിൽ യേശുവിന് അമ്മയേ ഇല്ല എന്നുള്ള രീതിയിൽ, ചിലയിടത്ത് യേശു ഒരു എന്താ പറയുക ഒരു മെസ്സഞ്ചർ, ഒരു എന്താ പറയുക ഞങ്ങൾക്ക് ഗോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇടനിലക്കാരനെ പോലെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, ഞാനിത് പറയാം. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ UDF എന്ന് പറയുന്നത് ഒരു സംഘടന അല്ലല്ലോ, ഒരു കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് UDF. സെയിം LDF എന്ന് പറയുന്നത് കളക്റ്റീവായിട്ടുള്ള പറയുന്ന ഒരു പേരാണ്. ഇതുപോലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ട് പറയുന്ന ഒരു പേരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയാണ്. പക്ഷേ UDFനകത്തേക്ക് പോകുമ്പോൾ എത്ര പാർട്ടികളുണ്ട്? ഒരുപാട് പാർട്ടികളുണ്ട്, ഇല്ലേ? LDFനകത്തേക്ക് വരുമ്പോൾ എത്ര പാർട്ടികളുണ്ട്? അവിടെയും ഇഷ്ടംപോലെ പാർട്ടികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സ്പ്ലിറ്റിംഗ് വന്നത്? എല്ലാവരും മാർക്സിസത്തിൽ തന്നെയല്ലേ, കമ്മ്യൂണിസത്തിൽ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ട് LDFനകത്ത് ഇത്രയും സ്പ്ലിറ്റിംഗ് വന്നു? ഇനി BJPയിലേക്ക് പോയാലോ, അവിടെയും ഉണ്ട് ഒത്തിരി അനവധി പാർട്ടികൾ. എല്ലാം കൂടെ ചേർന്നിട്ടാണ് അവർ എന്താ NDA എല്ലാം കൂടെ ചേർന്നിട്ട് NDA. അപ്പോൾ എന്ന് പറയുന്നത് പോലെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ്. ഇതിനകത്ത് ഒരുപാട് സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെ വെച്ചിട്ടാണ് അവരുടെ ഡോക്ട്രിൻസിനെ ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചിലർ വായിക്കുന്ന സമയത്ത് ജീസസിന് മാത്രം പ്രാധാന്യം കൊടുത്ത് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. അതാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരാൾ വായിക്കുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കുന്നു ജീസസ് വരാൻ കാരണം മറിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവരിത്രയും പെയിൻ എടുത്തത് കൊണ്ടാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും സ്ട്രോങ് ആയത്. അപ്പോൾ അവർ മറിയയും കൂടെ ചേർത്ത് വിശ്വസിക്കുന്നു. അപ്പോൾ മറിയയും ജീസസിനും പ്രാധാന്യം കൊടുത്ത് വിശ്വസിക്കുന്നു. അതാണ് കാത്തലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതുമായിട്ട് അനുഭാവം ഉണ്ടാകുന്ന വ്യക്തികളെല്ലാം കൂടെ സംഘടിതമായിട്ട് നിൽക്കുന്നതിനെ ഓരോ ഡിനോമിനേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതാ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യൂ പോയിന്റിൽ അവർ പറയുന്നതാണ് ശരി, ഇവരുടെ വ്യൂ പോയിന്റിൽ ഇവർ പറയുന്നതാണ് ശരി. പക്ഷേ ഇവരെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഡോക്ട്രിൻസ് തമ്മിൽ, അവരുടെ വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവർക്കിടയിൽ ജാതീയമായ ഒരു തിരിവുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ജനിച്ച് വളർന്ന ചർച്ചിനകത്ത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു വിങ്ങായിട്ട് നിൽക്കും, അതിനൊരു ഗ്രൂപ്പ് എന്ന് പറയും. കോൺഗ്രസ് ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാം മറ്റൊരു ഇതായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്പ്ലിറ്റിംഗ് ഞാൻ ജനിച്ച് വളർന്ന ചർച്ചിൽ തന്നെയുണ്ട്. ഇനി അതിനകത്ത് മറ്റൊരു വിഭാഗീയത എന്ന് പറഞ്ഞാൽ ജാതിപരമായിട്ടുള്ള വിഭാഗീയതയുണ്ട്. നാടാർ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതിനകത്തും എന്തുണ്ട്? വിഭാഗീയതയുണ്ട്. സോ എവിടെ നോക്കിയാലും ജാതിയുടെ പേര് പറഞ്ഞും പൊളിറ്റിക്കൽ ഇതിന് പറഞ്ഞിട്ടും അകത്ത് തന്നെ വീണ്ടും വിഭാഗീയതയുണ്ട്. സോ ഇങ്ങനെ പോകുന്തോറും പ്രശ്നങ്ങൾ സങ്കീർണമാണ്. അല്ലാതെ ഞാനിത് ഇത്രയും കൃത്യമായിട്ട് ചോദിക്കാൻ കാരണം അച്ഛൻ കേട്ടിട്ടുണ്ടോ കെവിൻ വധക്കേസ്? ക്രിസ്ത്യാനി തന്നെയായിരുന്നു പെണ്ണും ചെറുക്കനും. പക്ഷേ അതാ ഈ രണ്ട് വകഭേദങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിൽ അവർ മേൽത്തട്ടിലിരിക്കുന്നവരെല്ലാം ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ അടിത്തട്ടിലുള്ള കോൺഗ്രസ് പാർട്ടിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ തമ്മിൽ പ്രശ്നമായിരിക്കും, അടിത്തട്ടിലുള്ളവർ തമ്മിൽ പ്രശ്നമായിരിക്കും. പക്ഷെ മേൽത്തട്ടിലോ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ പല വിഭാഗീയതകളുണ്ടെങ്കിലും മേൽത്തട്ടിലിരിക്കുന്നവരെല്ലാം മച്ചമച്ചയാണ്. കാരണം അവർക്കറിയാം ഇവർ ജനങ്ങളെ ചൂഷണം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വെച്ചാലേ അവരുടെ സംഘടന നിലനിൽക്കുന്നു. മേൽത്തട്ടിലിരിക്കുന്നവർക്കറിയാം. പക്ഷേ അടിത്തട്ടിൽ നിൽക്കുന്നവർ ഈ വിശ്വാസ ഇത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയ പാർട്ടി കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി പ്രശ്നങ്ങളും വാഗ്വാദങ്ങളും പ്രശ്നങ്ങളാണ്. അച്ഛൻ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനു മുന്നേ എന്നോട് പറഞ്ഞു എല്ലാ സ്പിരിച്വാലിറ്റിയും ഞാൻ എത്തിക്കുന്നത് ഒറ്റ ഏകദൈവത്തിൽ അല്ലെങ്കിൽ എവിടെയോ ഒരു ഒരു പവർ, ആ പവറിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അച്ഛനൊരു എയ്ത്തിസ്റ്റ് ആയിക്കൂടെ? എത്തിസ്റ്റും അതിന് എനിക്ക് ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അച്ഛനൊരു മതം പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു എയ്ത്തിസ്റ്റാണ്. എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എയ്ത്തിസ്റ്റ് ആവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫാമിലിയിൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് അമ്മയുടെ കൂടെ പോയേ പറ്റുള്ളൂ.
എൻ്റെ നിയമത്തെ കഴിഞ്ഞും ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെ കഴിഞ്ഞ് എനിക്കിഷ്ടം അമ്മയുടെ സന്തോഷമാണ്. സോ എനിക്കത് പോയേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിശ്വാസത്തോട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അതായിട്ട് പൊരുത്തപ്പെടില്ല. മനസ്സിലായോ? അത് എനിക്കറിയാം ഒരു പവർ ഉണ്ട്, ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കരുതെന്നോ, എൻ്റെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ, എൻ്റെ ബ്രദറിന് വിശ്വസിക്കാൻ വീട്ടിൽ നിലവിളക്ക് കൊടുത്തു, അത് അവരുടെ വിശ്വാസം. പക്ഷെ എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾ എന്നെ വന്ന് നിർബന്ധിക്കരുത് നീ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അയ്യോ നാളെ എന്തായിരിക്കും, ശോ കഷ്ടമല്ല, മേളിലേക്ക് നോക്കിയിട്ട് വല്ലതും നടക്കുമോ? അത് എനിക്ക് എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളുണ്ട്, എൻ്റെ അപ്പൻ. കക്ഷിയോടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചില സമയം വയ്യാണ്ടിരിക്കുമ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ മൈൻഡ് സെറ്റിൽ ഇരുന്ന് അമ്മയോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ അത് അമ്മ ഫോൺ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും നിനക്ക് എന്താ പറ്റുക. ഞാൻ മൈൻഡിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഞാനൊരു എയ്ത്തിസ്റ്റ് ആണെന്ന് എനിക്ക്, അതായത് പൂർണ്ണമായി ഞാൻ എതിർക്കുന്നില്ല. എയ്ത്തിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൈവമില്ല എന്ന് പറയുന്നത്, യുക്തിവാദിയുടെ ഒരു പ്രധാന പ്രശ്നം ദൈവമില്ല എന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. നമുക്കതില്ല. എൻ്റെ കൂടെയുള്ളവർ എന്ത് വേണേലും ആയിക്കോ, എന്നെ നിർബന്ധിക്കരുത്. അതാണ് ഞാൻ ചോദിച്ചത്, അച്ഛൻ അങ്ങനെ ആയിക്കൂടെ എന്ന്. ഓക്കെ, അപ്പോൾ ശരണ്യ പറയുന്ന പോയിന്റിനകത്ത് മതം പറയുന്ന ഒരു ദൈവം ഇല്ല, പക്ഷെ ദർ ഇസ് എ യൂണിവേഴ്സൽ പവർ എന്നാണ് ശരണ്യയുടെ വിശ്വാസം എന്നുണ്ടെങ്കിൽ, വിശ്വാസമല്ല, യൂണിവേഴ്സൽ പവർ അല്ല, അപ്പനും അമ്മയാണ് എനിക്ക് ദൈവം. ഓക്കെ, അപ്പനും അമ്മയാണ് ദൈവം. എന്നെ ചിരിച്ച് കാണിക്കുന്നത് ഇപ്പൊ സാർ എൻ്റെ അടുത്ത് ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങൾ ആരോ ആണ് സാർ, എനിക്ക് ആരോ ആണ്. ഇപ്പൊ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവരൊക്കെ എനിക്ക് ആരോ ആണ്. അവരൊക്കെ എൻ്റെ, ഇപ്പൊ സാറ് ആദ്യമേ പറഞ്ഞല്ലോ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. തത്വമസിയുടെ കാര്യം പറഞ്ഞു. ഒരു മാലയിട്ടൊരു അയ്യപ്പനെ നമ്മൾ അയ്യപ്പ സ്വാമി എന്ന് വിളിക്കണം. അതിന് മാലയിട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളിക്കുള്ളൂ, അല്ലാതെ മാല ഊറിയാൽ നമ്മൾ അയാളെ വിളിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ദൈവികതയുണ്ട്, എപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് കാല് സ്ലിപ്പായാൽ അറിയില്ല ആരാ ഓടി വന്ന് എന്നെ പിടിക്കുന്നതെന്ന്. അതൊരു മൈൻഡ് സെറ്റ് ആണല്ലോ. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ അന്തരീക്ഷം, അതായത് ഭൂമിക്ക് ചുറ്റും ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ചുറ്റളവിൽ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, അതിനകത്താണ് നമ്മുടെ പ്രാണവായു ഉള്ളത്, ഓക്സിജൻ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്ന്? ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന്. അപ്പോൾ ഓക്സിജൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണ്യയിലുണ്ട്, എന്നിലുണ്ട്, അദ്ദേഹത്തിലുണ്ട്, ഒപ്പം തന്നെ ഈ അന്തരീക്ഷ മണ്ഡലത്തിലുണ്ട്. അങ്ങനെയല്ലേ? സത്യം അതല്ല? സോ ഇതുപോലെ തന്നെ ശരിക്കുമുള്ള ആ യൂണിവേഴ്സൽ പവർ, ഈശ്വരൻ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരൻ്റെ ഒരു ഭാവം എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. ഏതുപോലെ? ഓക്സിജൻ പോലെ നമ്മളിരിക്കുന്ന പ്രാണൻ, ജീവൻ ആ ഈശ്വരൻ്റെ ഭാഗമാണ്. അച്ഛൻ പറയുമ്പോൾ അത് ഈശ്വരൻ, ഞാൻ പറയുമ്പോൾ യൂണിവേഴ്സൽ പവർ. ഓക്കെ, ആ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ, കൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഈശ്വരൻ എന്ന് വിളിക്കും, ചിലപ്പോൾ ദൈവം എന്ന് പറയും, ചിലപ്പോൾ പിന്നെ പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയും. അപ്പോൾ ഏത് പേരിൽ വേണമെങ്കിലും ആ വ്യക്തിയെ അഭിസംബോധന ചെയ്യാം, തെറ്റില്ല. അപ്പോൾ ആ യൂണിവേഴ്സൽ പവർ എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഉണ്ടെങ്കിൽ ആ പവർ ആരിലൂടെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിലൂടെയാണ്, നിങ്ങളിലൂടെയാണ്. എനിക്കൊരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ശരണ്യായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ശരണ്യ എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കത്തില്ല, ശരണ്യ എന്ന് പറയുന്ന വ്യക്തിക്കകത്തിരിക്കുന്ന ആ യൂണിവേഴ്സൽ പവർ ആയിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി തരുന്നത്. സോ ദൈവം ആരിലൂടെ പ്രവർത്തിക്കുന്നു? ഓഫ് കോഴ്സ് മനുഷ്യരിലൂടെ തന്നെയാണ്. അല്ല ദൈവം ഇങ്ങനെ ഏതെങ്കിലും ഒരു അശരീരി പോലെയോ അല്ലെങ്കിൽ ഒരു അമാനുഷിക ശക്തി പോലെയോ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയല്ല ദൈവത്തിൻ്റെ മോഡ്. അപ്പോൾ എപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവർ പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെ തന്നെയാണ്. അപ്പോൾ അപ്പനിൽ കാണണം, അമ്മയിലും കാണണം, സഹോദരങ്ങളിലും കാണണം, കോവർക്കേഴ്സിലും കാണണം. അതാണ് ശരിക്കും പറഞ്ഞ ഈശ്വര ഭാവം എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ അല്ല ദൈവം ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാനും പ്രൊപ്പഗേറ്റ്. ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഐ ആം എൻ എത്തിസ്റ്റ്. മതം പറയുന്നൊരു ദൈവത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ബട്ട് ദർ ഈസ് എ യൂണിവേഴ്സൽ പവർ. അത് ജനങ്ങളിലൂടെ തന്നെയാണ്, വ്യക്തികളിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്.